നമ്മൾ ഇന്ത്യയിലൂടെയുള്ള സഞ്ചാരം നിരവധി തവണ നടത്തിയിട്ടുണ്ട്. അതിലൊരു യാത്രയിലെ ഒരനുഭവം ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട്. അത് നമ്മൾ ആഗ്രയിൽ നിന്ന് വാരണാസിയിലേക്ക് നടത്തിയ ഒരു യാത്രയായിരുന്നു. വാരണാസിയിലെ ജീവിതങ്ങളിലൂടെ, വാരണാസിയിലെ കാഴ്ചകളിലൂടെ നടത്തിയൊരു യാത്ര. അത് 2012 2012 ഈ യാത്ര ഞാൻ നടത്തുമ്പോൾ അന്ന് സഞ്ചാരം കുറച്ചു കാലം സംപ്രേഷണം ചെയ്യുന്നില്ല. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വന്നിരുന്ന സഞ്ചാരം നിർത്തി സഫാരി ചാനൽ തുടങ്ങുന്നതിൻ്റെ ഒരുക്കങ്ങളിലാണ് നമ്മൾ. സഫാരി ചാനലിൻ്റെ ലൈസൻസ് ലഭിച്ചു കഴിഞ്ഞു. ചാനലിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു, ആളുകളുടെ പരിശീലനങ്ങൾ നടക്കുന്നു, സ്റ്റുഡിയോകളുടെ നിർമ്മാണങ്ങൾ നടക്കുന്നു. ഇതിനിടയിൽ സഫാരി ചാനൽ ആരംഭിച്ചാൽ അതിൽ സംപ്രേഷണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ നമ്മൾ ഉത്തരേന്ത്യയിലേക്കൊരു യാത്ര പോയി. ഈ യാത്രയിൽ മറ്റ് തിരക്കുകൾ അധികമില്ലായിരുന്നുകൊണ്ട് AU രതീഷ് കുമാറും അതുവരെ ഇപ്പോഴും സഞ്ചാരത്തിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററും സഫാരി ചാനലിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന AU രതീഷ് കുമാറും എൻ്റെ കൂടെയുണ്ട്. ഞങ്ങൾ ഒന്നിച്ചാണ് ആ യാത്ര നടത്തിയത്. ഡൽഹിയിൽ ചെന്നിട്ട് ഡൽഹിയിലെ കാഴ്ചകളിലൂടെയൊക്കെ പോയി. പിന്നെ ഞങ്ങൾ ആഗ്രയിൽ വന്നു. ആഗ്രയിൽ നിന്ന് വാരണാസിയിലേക്ക് പോയി. അങ്ങനെ ദീർഘമായൊരു യാത്രയായിരുന്നു, കുറേ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര. അപ്പോൾ അതിൽ ഡൽഹിയിലെയും ആഗ്രയിലെയും കാഴ്ചകളെക്കുറിച്ചൊന്നും പ്രത്യേകം പറയേണ്ടതില്ല. അതൊക്കെ സഫാരിയിൽ ഈ അടുത്ത കാലത്തും വീണ്ടും ഞാൻ യാത്രകൾ നടത്തി അതെല്ലാം പ്രേക്ഷകരെ കാണിക്കുകയുണ്ടായതാണ്. ആഗ്രയിൽ നമുക്കറിയാം, താജ്മഹാളിൻ്റെ പേരിലാണ് ലോക പ്രശസ്തമായിരിക്കുന്നത് ആ നഗരം. ഒരു കാലത്ത് മുഗൾ സാമ്രാജ്യകാലത്ത് ഇന്ത്യയുടെ തലസ്ഥാനം, മുഗൾ ഇന്ത്യയുടെ തലസ്ഥാനം ആഗ്രയായിരുന്നു. പലരും കരുതിയിരിക്കുന്നത് ഡൽഹിയാണ് എക്കാലവും ഇന്ത്യയുടെ തലസ്ഥാനം എന്നാണ്. അല്ല, ബ്രിട്ടീഷ് ഭരണകാലത്ത് ദീർഘകാലം കൽക്കട്ടയായിരുന്നു ഇന്ത്യയുടെ തലസ്ഥാനം. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലങ്ങളിലാണ് ഡൽഹിയിലേക്ക് തലസ്ഥാനം മാറ്റുകയും ന്യൂഡൽഹി എന്ന ഒരു പ്രദേശം രൂപീകരിക്കപ്പെടുകയും അത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനമായി മാറുകയും ചെയ്തത്. അപ്പോൾ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ദീർഘകാലം ആഗ്ര ഇന്ത്യയുടെ തലസ്ഥാനമായിരുന്നു, മുഗൾ സാമ്രാജ്യം ഉൾക്കൊള്ളുന്ന ഇന്ത്യയുടെ സാമ്രാജ്യം. അക്കാലത്തെ ആഗ്ര കോട്ട ഭരണസ്ഥിരാകേന്ദ്രമായിരുന്ന കോട്ട, അതായത് ഷാജഹാൻ ചക്രവർത്തി പ്രതാപത്തോടെ വസിച്ചിരുന്ന ആ കോട്ടയ്ക്കകത്തെ കൊട്ടാരക്കെട്ടുകൾ, അദ്ദേഹത്തിൻ്റെ മകൻ ഔറംഗസേബ് പിന്നീട് അവസാന കാലത്ത് ഈ ചക്രവർത്തിയെ തടവിലാക്കിയ ആഗ്രാക്കോട്ട, ആ കോട്ടയിലെ ജാലകത്തിലൂടെ താൻ തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, പ്രേയസിക്ക് വേണ്ടി നിർമ്മിച്ച താജ്മഹൽ കണ്ടുകൊണ്ട് അവസാന കാലം ചെലവഴിച്ച ആ ജീവിതം, ഇതൊക്കെ ആ പ്രദേശങ്ങളൊക്കെ ഞങ്ങൾ പോയി സന്ദർശിച്ചു, ചിത്രീകരിച്ചു. താജ്മഹൽ കണ്ടു. താജ്മഹലിൻ്റെ പിന്നിലൂടെ നമുക്കറിയാം, നമ്മൾ കയറി ചെല്ലുന്നത് മുന്നിലൂടെയാണെങ്കിൽ അതിൻ്റെ പുറകിലൂടെയാണ് യമുനാ നദി ഒഴുകുന്നത്. അപ്പോൾ യമുനയുടെ തീരത്താണ് താജ്മഹൽ ഇരിക്കുന്നത്. പക്ഷേ ഈ താജ്മഹലിൻ്റെ ഒരു നിർമ്മാണത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ 4 വശവും ഒരുപോലെയാണ്. ഏതാണ് മുൻഭാഗം എന്നൊന്നും പറയാൻ കഴിയില്ല. നമ്മൾ കയറി ചെല്ലുന്ന ഒരു ഭാഗത്തൂടെ ആയതുകൊണ്ട് അതിനെ മുൻഭാഗം നമ്മൾ വിവക്ഷിക്കുന്നു. കൂടുതൽ ആളുകളും ഫോട്ടോ എടുക്കുന്നത് എല്ലാം അവിടെ നിന്നാണ്. പക്ഷേ അവിടെ ചിത്രീകരണം എല്ലാം കഴിഞ്ഞു. അതിനുള്ളിലൂടെ സഞ്ചരിച്ചു, ആ ഉദ്യാനങ്ങളിലൂടെ സഞ്ചരിച്ചു. താജ്മഹലിനകത്ത് ക്യാമറ അനുവദിക്കില്ല. പക്ഷേ പരമാവധി ചിത്രങ്ങളെല്ലാം പകർത്തി കഴിഞ്ഞപ്പോൾ എനിക്കൊരാഗ്രഹം വന്നു, ഈ യമുനാ നദിയുടെ മറുകരയിൽ നിന്ന് ഈ താജ്മഹലിൽ നിന്ന് പകർത്തണം. അങ്ങനെ ഞാനും രതീഷും കൂടെ ഒരു ടാക്സി, ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് കൊണ്ടുപോയ ആ ടാക്സിയിൽ, കാറിൽ ഞങ്ങൾ യമുനയുടെ മറുകരയിലേക്ക് പോവുകയാണ്. ഈ മറുകരയിലേക്ക് പോകുന്നത് ഒരു പാലം കടന്നു വേണം. ആഗ്ര നഗരത്തിലേക്ക് എത്തിയിട്ട് അവിടുന്ന് ഒരു ഡബിൾ ഡെക്കർ പാലം കടന്നിട്ട് വേണം. ഈ യമുനയ്ക്ക് കുറുകെയുള്ള ഈ പാലം 2 നിലയുള്ളതാണ്. അതിൻ്റെ താഴത്തെ നിലയിലൂടെ ട്രക്കുകൾ, ബസ്സുകൾ, കാറുകളൊക്കെ പോകുന്ന ഒരു പാലം ബ്രിട്ടീഷുകാർ പണിതാണ്. വളരെ വിശാലമായ വലിയൊരു പാലം, ഉരുക്ക് പാലം. ഇതിൻ്റെ മുകളിലത്തെ നിലയിലൂടെ ട്രെയിനാണ് പോകുന്നത്. അതൊരു വിചിത്രമായ പാലമാണ്. മുകളിലത്തെ നിലയിൽ കൂടെ ട്രെയിൻ പോകുന്നു, താഴത്തെ നിലയിൽ കൂടെ ട്രക്കുകളും ബസ്സുകളും കാറുകളൊക്കെ പോകുന്നു. ഈ പാലം ക്രോസ് ചെയ്ത് നമ്മൾ കുറച്ച് ചെല്ലുമ്പോഴത്തേക്കും ഗ്രാമങ്ങളിലേക്ക് എത്തുന്നത്. അതായത് ഈ യമുനയുടെ മറുകരയിൽ നഗരത്തേക്കാൾ കൂടുതൽ ഗ്രാമങ്ങളാണ്. ഈ ഗ്രാമത്തിലൂടെ കുറേ ദൂരം ഓടിയിട്ടാണ് നമ്മൾ ഈ താജ്മഹലിൻ്റെ നേരെ മറുവശത്ത് നമ്മൾ എത്തിച്ചേരുക. അവിടെ ഒരു ഗ്രാമമാണ്. അവിടെ ഒരു ചെറിയൊരു ഉദ്യാനമൊക്കെ അടുത്ത കാലത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഉദ്യാനത്തിൽ ഒരു തോട്ടക്കാരനുണ്ട്. അവനോട് ഞങ്ങൾ ചോദിച്ചു, ഈ താജ്മഹൽ കാണാൻ പറ്റുന്ന കൃത്യമായൊരു സ്ഥലം എവിടെയാണ്? അപ്പോൾ അവിടേക്ക് അധികം ടൂറിസ്റ്റുകളൊന്നും വരാറില്ല. പക്ഷേ ഞാൻ അവിടേക്ക് പോകാനൊരു കാരണമുണ്ട്. ഈ തോട്ടക്കാരനോട് ഞാൻ ചോദിച്ചു, ഇവിടെ ഷാജഹാൻ മറ്റൊരു താജ്മഹൽ പണിയാൻ പദ്ധതി ഇരുന്നതായിട്ട് ഞാൻ കഥ കേട്ടിട്ടുണ്ട്. ഒരു കറുത്ത താജ്മഹൽ. നമ്മൾ കണ്ടിട്ട് വന്നത് വെള്ള മാർബിൾ കൊണ്ട് പണിത ഒരു താജ്മഹലാണെങ്കിൽ കറുത്ത മാർബിൾ കൊണ്ട്, ഗ്രാനൈറ്റ് കൊണ്ട് പണിയാൻ ഉദ്ദേശിച്ച ഒരു താജ്മഹലിനെ കുറിച്ച് കഥ കേട്ടിട്ടുണ്ട്. അതെവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഈ തോട്ടക്കാരൻ ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ ചെല്ലുമ്പോൾ വലിയൊരു പ്രദേശത്ത്, ഒരു ഉദ്യാനത്തിൽ തന്നെയാണ്, തറ കെട്ടിയിട്ടിരിക്കുന്നു. വലിയൊരു തറ. അതായത് ഈ താജ്മഹലിൻ്റെ നേരെ എതിർവശത്ത്, നമ്മൾ കണ്ടിട്ടുള്ള വെളുത്ത താജ്മഹലിൻ്റെ നേരെ എതിർവശത്ത് യമുനാ നദിയുടെ മറുകരയിൽ ഒരു തറ. ഷാജഹാൻ
ഈ താജ്മഹൽ പണിതു. അത് വലിയ അപ്രീസിയേഷനായി, ആളുകൾക്ക് വലിയ അത്ഭുതമായി മാറി. അദ്ദേഹം ജീവിച്ചിരിക്കെ തന്നെ അതൊരു അത്ഭുതം തന്നെയായി മാറി. ഷാജഹാൻ രാജ്യത്തെ മാർബിൾ കൊണ്ട് അലങ്കരിച്ച ഭരണാധികാരി എന്നാണ് അറിയപ്പെടുന്നത്. ഡൽഹിയിലെ റെഡ് ഫോർട്ട് മുതൽ നിരവധിയായ ചരിത്ര നിർമ്മിതികളുടെ സൃഷ്ടാവ് ഈ ഷാജഹാനാണ്. അദ്ദേഹത്തിന് കെട്ടിടം പണി അല്ലെങ്കിൽ വലിയ അത്ഭുതങ്ങൾ നിർമ്മിക്കൽ വലിയൊരു ഹരമായിരുന്നു. അപ്പം താജ്മഹൽ തന്നെ എത്രയോ വർഷങ്ങളെടുത്ത് പണി പൂർത്തിയാക്കി വലിയ സമ്പത്ത് ചെലവഴിച്ച് പണിതു. അത് വലിയ വിജയമായി, അത് വലിയൊരു ആഘോഷ കേന്ദ്രമായി മാറിയതോടുകൂടി ഷാജഹാൻ്റെ ആഗ്രഹം അവിടെ തീർന്നില്ല. ഷാജഹാൻ ആഗ്രഹിച്ചു മറുകരയിൽ ഒരു താജ്മഹൽ കൂടെ പണിയണം. അത് താജ്മഹലിൻ്റെ മാതൃകയിൽ അതേ പട്ടിലൊരു കെട്ടിടം. തൻ്റെ അന്ത്യവിശ്രമം അവിടെയായിരിക്കണം. മറുകരയിൽ മുംതാസ്, ഇക്കരയിൽ തൻ്റെ അന്ത്യവിശ്രമ സ്ഥാനം. അങ്ങനെ തൻ്റെ അന്ത്യവിശ്രമ സ്ഥാനത്തിന് വേണ്ടി ഷാജഹാൻ മറ്റൊരു താജ്മഹൽ പണിയാൻ നിർമ്മാണം ആരംഭിച്ചു. അതിൻ്റെ തറയൊക്കെ കെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പ്രശ്നമുണ്ടായി. മകൻ ഔറംഗസേബ് ഇടപെട്ടു. അദ്ദേഹം അച്ഛനെ തടവറയിലാക്കി. കാരണം അച്ഛന് ഇങ്ങനെ ഭ്രാന്ത് മൂത്തിരിക്കുകയാണ് കെട്ടിടം പണിയിൽ. പിതാവിനെ തടവറയിലാക്കി ഔറംഗസേബ് ഭരണം പിടിച്ചു. അതോടെ ഇദ്ദേഹത്തിൻ്റെ ഈ താജ്മഹൽ എന്നുള്ള സ്വപ്നം പൊലിഞ്ഞു. അദ്ദേഹം ഈ ആഗ്ര കോട്ടയിലെ തടവറ എന്ന് പറഞ്ഞാൽ ഒരു ഹൗസ് അറസ്റ്റ് എന്ന് വേണേൽ പറയാം, കൊട്ടാരത്തിനകത്ത് തന്നെ ഈ താജ്മഹൽ കണ്ടുകൊണ്ട് കിടക്കാവുന്ന ഒരു മുറിയിൽ അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് പുറത്തു പോകാൻ അനുവാദമില്ലാതെ, ഭരണത്തിൽ ഒരു തീരുമാനം എടുക്കാൻ അവകാശങ്ങളില്ലാതെ ഒറ്റപ്പെട്ട ജീവിതം നയിച്ചു. ഒടുവിൽ ഈ താജ്മഹലും കണ്ടുകൊണ്ട് മറുകരയിലെ തൻ്റെ പൂർത്തിയാകാത്ത സ്വപ്നമായ ആ കറുത്ത താജ്മഹലിൻ്റെ പാതി പോലും എത്താത്ത ആ അടിസ്ഥാന ശിലകൾ കണ്ടുകൊണ്ട് അദ്ദേഹം അവിടെ കിടന്ന് മരിക്കുകയായിരുന്നു. ഈ കഥകളുടെ കൂടി ഒരു സ്ഥലമാണ് ആഗ്രയിലെ ഈ യമുനയുടെ മറുകരയിലുള്ള ഈ പ്രദേശമൊക്കെ. ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്കും നേരം സന്ധ്യയായി. ഞങ്ങൾക്കിനി വാരണാസിയിലെത്തണം. ഏതാണ്ട് 650 കിലോമീറ്റർ യാത്ര ചെയ്തെങ്കിൽ വാരണാസിയിലെത്തുള്ളൂ. അപ്പോൾ ഇന്ന് രാത്രി മുഴുവൻ കാറിൽ യാത്ര ചെയ്ത് നാളെ നേരം വെളുക്കുമ്പോഴേക്കും വാരണാസിയിലെത്തണം. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. വാരണാസി അതിനു മുമ്പ് ഞാനൊരിക്കൽ പോയിട്ടുണ്ട്. ആ കഥ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു പത്രം നടത്തിയിരുന്ന കാലത്ത് അതിൻ്റെ ഡൽഹിയിലെ ബ്യൂറോയുടെ ചീഫായിരുന്ന കൊട്ടാരത്തിൽ നരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു സുഹൃത്തിനോടൊപ്പം ഒരു മഹാകുംഭമേള കാലത്ത് കുംഭമേളയിൽ പങ്കെടുക്കാനും കുംഭമേള കാണാനും അത് ചിത്രീകരിക്കാനും ഒക്കെയായി ഞാൻ അലഹബാദിലേക്ക് പോയതും ഇന്നത്തെ പ്രയാഗ്രാജ് എന്ന് പറയുന്ന നഗരത്തിലേക്ക് പോയതും ആ ജനസാഗരത്തിൽ ഒരാളായി ഞാൻ അതിലൂടെ ചിത്രീകരിച്ച് നടന്നതും പിന്നീട് അവിടെ നിന്ന് വാരണാസിയിലേക്ക് പോയതും ഒക്കെ ഒരു കഥ ഞാൻ നേരത്തെ സഞ്ചാരിയുടെ ഗ്രൂപ്പിൽ എപ്പോഴോ പറഞ്ഞിട്ടുള്ളതാണ്. ഈ വാരണാസി രതീഷിനെയും കൂടെ ഒന്ന് കാണിക്കണം. മാത്രമല്ല എത്ര കണ്ടാലും മതിയാകാത്ത ഒരു വ്യത്യസ്തമായ ഒരു ഭൂഭാഗത്തിൻ്റെ കാഴ്ചയാണ്. അത് ലോകാത്ഭുതങ്ങൾ നിരന്ന ഒരു സ്ഥലമായതുകൊണ്ടല്ല, ഇന്ത്യയുടെ വ്യത്യസ്തമായ ഒരു ജീവിതചക്രം, ജീവിത രീതികൾ, കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ യാത്രയാകാണ്. പോകുന്നത് ഈ ഉത്തർപ്രദേശിൻ്റെ ഉൾഗ്രാമങ്ങളിലൂടെയൊക്കെയാണ്. ഈ ആഗ്ര പിന്നിട്ട് കുറച്ചങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും ഒരു വ്യത്യസ്തമായൊരു ഗ്രാമം കണ്ടു. കൃഷിയിടങ്ങൾക്ക് നടുവിലുള്ളൊരു ചെറിയ ഗ്രാമം. അത് ഞങ്ങളുടെ ഡ്രൈവർ ഓംപ്രകാശിനോട് ഞാൻ പറഞ്ഞു, വണ്ടി നിർത്ത്, ഇവിടെ ഒന്ന് നിർത്തിയിട്ട് ഞാൻ ഒന്ന് പോയി ഷൂട്ട് ചെയ്തിട്ട് വരാം. അങ്ങനെ ഞാനും രതീഷും കൂടെ ഇറങ്ങി ഞങ്ങൾ ഈ ഗ്രാമത്തിനകത്തേക്ക് നടന്നു. ഈ ഗ്രാമം എന്ന് പറഞ്ഞാൽ നമ്മൾ തേന്മാവിൻ കൊമ്പത്ത് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം. അതിനകത്തൊരു ഗ്രാമമുണ്ട്. ഒരു കാൽപ്പനികമായ ഗ്രാമം, ഒരു സ്വപ്നത്തിൽ ഉണ്ടായൊരു ഗ്രാമം പോലെ. കുഴമണ്ണ് കണ്ടാണ് ഈ വീടിൻ്റെ എല്ലാം ഭിത്തികൾ മണ്ണ് കുഴച്ച് ഉണ്ടാക്കിയിരിക്കുന്ന വീട്. മേൽക്കൂരയിൽ ചിലത് ഓടുണ്ട്, ചിലത് പുല്ലാണ് മേഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് പോയി നോക്കുമ്പം അതിമനോഹരമായൊരു ഗ്രാമം. എന്നാൽ മറ്റൊരാംഗിളിൽ നോക്കിയാൽ ഒട്ടും വികസനം എത്താത്തൊരു ഗ്രാമം. ഈ ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ ചിത്രീകരിക്കാൻ ഞാൻ ഇതിനകത്തേക്ക് കയറി ചെല്ലുമ്പം ഇങ്ങനെ നിരവധി വീടുകൾ, മൺചുവരുകളുള്ള വീടുകൾ. എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി, വളരെ ഗംഭീരമായിട്ട് തോന്നിയ ഒരു ഇന്ത്യയുടെ ഒരു 100 വർഷം മുമ്പത്തെ കാഴ്ചകളാണ് അവിടെ കിട്ടുന്നത്. അവിടെ പശുക്കളുണ്ട്, എരുമകളുണ്ട്, എരുമകൾ കെട്ടിയിരിക്കുന്ന തൊഴുത്തുകളുണ്ട്. പശുക്കളും എരുമകളുമാണ് പ്രധാന കഥാപാത്രങ്ങൾ അവിടെ. ഇതിനുള്ളിലൂടെ ഇങ്ങനെ ചിത്രീകരിച്ച് ചെല്ലുമ്പോൾ ഒരാൾ അവിടെ ഇരുന്നിട്ട് മേൽക്കൂര കെട്ടുകയാണ് ഒരു വീടിൻ്റെ. അതായത് ഈ മണ്ണ് കൊണ്ട് പണിത വീടിന് മേൽക്കൂര പണിയുന്നത് നിലത്ത് വെച്ചിട്ടാണ്. മുളയുടെ കമ്പ് കൊണ്ട് ഇങ്ങനെ ഗ്രില്ല് പോലെ ഉണ്ടാക്കിയിട്ട് അത് മുകളിൽ വെച്ചിട്ട് അതിൻ്റെ മേലാണ് ഈ ഓലയും ഒക്കെ ഇട്ട് അതിനെ കെട്ടുന്നത്. അപ്പോൾ അതിൻ്റെ വീട് ഒരുക്കുന്ന ഒരാൾ. വീണ്ടും അകത്തേക്ക് ചെല്ലുമ്പോൾ പല ആളുകൾ കണ്ടു. അങ്ങനെ ചെല്ലുമ്പോൾ ഒരു അമ്മൂമ്മ അവിടെയുണ്ട്. ഒരു 10-80 വയസ്സെന്നുള്ള ഒരു സ്ത്രീയാണ്. ഞാൻ പരിചയപ്പെട്ടു. കേരളത്തിൽ നിന്നാന്ന് പറഞ്ഞു. കേരളം എവിടെയാണെന്ന് അമ്മൂമ്മയ്ക്ക് മനസ്സിലായിട്ടില്ല സത്യം പറഞ്ഞാൽ. പക്ഷേ അമ്മൂമ്മ വളരെ ഹൃദ്യമായിട്ട് സ്വീകരിച്ചു. അമ്മൂമ്മയുടെ വീട്ടിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. പ്രേംദേവി എന്നാണ് അമ്മൂമ്മയുടെ പേര്. നല്ല ഐശ്വര്യമുള്ളൊരു മുഖം, ഐശ്വര്യമുള്ളൊരു അമ്മൂമ്മ കൂട്ടിക്കൊണ്ട് വീട്ടിനകത്തേക്ക് കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു, ഞാൻ ടെലിവിഷനിൽ നിന്നാണ്, ടെലിവിഷനിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വീടിനകത്ത് കാര്യമായി ഉപകരണമൊന്നും ഒന്നുമില്ല. ഈ അമ്മൂമ്മ തനിച്ചാണ് താമസിക്കുന്നത്.
ഭർത്താവ് പണ്ടേ മരിച്ചുപോയി, മക്കൾ വേറെ എവിടെയാണ് താമസിക്കുന്നത്, അടുത്ത ഗ്രാമത്തിലോ മറ്റെവിടെയോ സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത്. ഈ അമ്മൂമ്മ തനിച്ചാണ്. പക്ഷേ അമ്മൂമ്മയ്ക്കൊരു കൂട്ടുകാരിയുണ്ട് തൊട്ടടുത്ത വീട്ടിലെ. ഞങ്ങൾ ഇത്തിരി നേരം സംസാരിച്ചിരിക്കുമ്പോഴത്തേക്ക് ആ കൂട്ടുകാരി വന്നു. മീത്തു എന്നാണ് പേര്. ഈ അമ്മൂമ്മ പല വിശേഷങ്ങൾ പറഞ്ഞു. ഹിന്ദിയിലാണ് പറയുന്നത്. കുറച്ച് പറഞ്ഞു വന്നു കഴിയുമ്പോഴത്തേക്ക് അമ്മൂമ്മ ഞങ്ങൾക്ക് കരയാൻ തുടങ്ങും. അമ്മൂമ്മയുടെ സങ്കടങ്ങൾ. അമ്മൂമ്മ സത്യത്തിൽ ടെലിവിഷൻ എന്ന് പറയുന്നതൊന്നും മനസ്സിലായില്ല. ഞാൻ ഈ ക്യാമറയുമായിട്ട് കയറി ചെല്ലുമ്പോൾ, ഞാനും രതീഷും കൂടെ ചെല്ലുമ്പോൾ അമ്മൂമ്മ കരുതിയത് ഞങ്ങളേതോ സർക്കാർ ഓഫീസിൽ നിന്നാണ് എന്തോ സാമ്പത്തിക സഹായം അമ്മൂമ്മയ്ക്ക് കിട്ടുന്ന ഒരു കാര്യത്തിന് വേണ്ടി വന്നതാണെന്ന് വിചാരിച്ചാണ് അമ്മൂമ്മ സത്യത്തിൽ ഇതെല്ലാം കൊണ്ടുവന്ന് കാണിക്കുന്നത്. വീട്ടിലെ ദാരിദ്ര്യാവസ്ഥകളൊക്കെയാണ് പറയുന്നത്. പാടത്തുനിന്ന് കൊണ്ടുവരുന്ന പുല്ല് ഇങ്ങനെ മുറിക്കുന്ന ഒരു യന്ത്രമുണ്ട്. അത് കറക്കി കഴിഞ്ഞാൽ പുല്ല് അതിനകത്ത് കയറ്റി വെച്ചാൽ അരിഞ്ഞരിഞ്ഞിടും. പുല്ല് അരിഞ്ഞരിഞ്ഞിടുന്ന ഒരു യന്ത്രമുണ്ട്. പിന്നെ ഈ പശുവിൻ്റെ ചാണകം കൊണ്ട് ചാണക വരളി ഉണ്ടാക്കുന്നുണ്ട്. അതായത് അതാണ് അവിടെ കത്തിക്കാൻ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ പല കാഴ്ചകളിലൂടെ എല്ലാം കൊണ്ടുപോയി അവസാനം ഞങ്ങൾ അവിടുന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങി. അമ്മൂമ്മയ്ക്ക് കുറച്ച് പൈസയും കൊടുത്തു, അവിടുന്ന് ഇറങ്ങി. ഇത്തരം ഗ്രാമീണ കാഴ്ചകൾ സഞ്ചാരത്തിലൂടെ കാണിക്കുമ്പോഴൊക്കെ പല ആളുകളും ഈ അടുത്ത കാലത്തായിട്ട് ഇതിനെ രാഷ്ട്രീയമായിട്ട് പ്രതികരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഉത്തരേന്ത്യയുടെ ദാരിദ്ര്യം മാത്രം തപ്പിപ്പിടിച്ച് കാണിക്കുന്ന ഒരു കൂട്ടർ, വേറൊരു കൂട്ടർ നിങ്ങൾ ആഘോഷിക്കുന്ന ഉത്തരേന്ത്യ എത്ര ദാരിദ്ര്യത്തിലാണ്, കേരളം എത്ര സ്വർഗ്ഗമാണെന്ന് പറയുന്നത്. ഇത് രാഷ്ട്രീയമായിട്ട് ആക്രമിക്കേണ്ടതല്ല. കാരണം ഇത് പല രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യയെ ഇത്ര കാലം ഭരിച്ചിട്ടും ഈ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ പല കാരണങ്ങളുണ്ട്. അത് പഠിക്കാതെ ഇതിന് ഉത്തരമാവില്ല. കാരണം ആ നാടുകളിലൊക്കെ പട്ടണങ്ങൾ അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വികസിക്കുമ്പോഴും ഈ ഗ്രാമങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ കഴിയുന്നു? അവിടെ പല പശ്ചാത്തലങ്ങളുണ്ട്. അതിന് ചരിത്രപരമായ പല പശ്ചാത്തലങ്ങളുണ്ട്, സാമൂഹ്യമായ പല പശ്ചാത്തലങ്ങളുണ്ട്. ഇപ്പോഴും വർണ്ണവിവേചനത്തിൻ്റെ പ്രശ്നങ്ങൾ നേരിടുന്ന ഗ്രാമങ്ങളുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ സങ്കുചിതമായ രാഷ്ട്രീയ മതചിന്തകളിൽ നിന്നും വിട്ട് അതിനെ യാഥാർത്ഥ്യത്തോടെ സമീപിക്കുമ്പോൾ മാത്രമേ ഒരു സഞ്ചാരം പ്രേക്ഷകനോ സഫാരി പ്രേക്ഷകനോ ആയി നമ്മൾ വളരുന്നുള്ളൂ. ഇപ്പോൾ പലപ്പോഴും ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് സഫാരിയുടെ സോഷ്യൽ മീഡിയ വീഡിയോകളിൽ പോലും, സോഷ്യൽ മീഡിയയിൽ വരുന്ന വീഡിയോകളുടെ പോലും താഴെ മതപരവും രാഷ്ട്രീയമായ കമൻറ്റുകൾ കൊണ്ട് നിറയുന്നത് കണ്ടു തുടങ്ങിയിരിക്കുന്നതാണ്. ഇപ്പം നമ്മൾ എഡിറ്റോറിയൽ എടുത്തിരിക്കുന്ന ഒരു പോളിസി അത് അധികം താമസിയാതെ തന്നെ അത്തരം മതപരവും രാഷ്ട്രീയമായ കമൻറ്റുകളെയൊക്കെ അവരെ ഒന്ന് ബ്ലോക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് ഗൗരവമായിട്ട് ചിന്തിക്കുക. കാരണം സഫാരി എന്ന് പറയുന്നത് 150 രാജ്യങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ച് മനസ്സിനെ വികസിപ്പിച്ച് ചരിത്രത്തെ ചരിത്രമായി കാണാൻ പഠിച്ചുകൊണ്ടുണ്ടാക്കിയ ഒരു പരിപാടിയും ഒരു ടെലിവിഷൻ ചാനലുമാണ്. ഇതൊരു ടെലിവിഷൻ ചാനൽ കൂടിയാണ്. ഈ ടെലിവിഷൻ ചാനലിലെ പരിപാടികൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി തട്ടിക്കൂട്ടി വ്യൂവർഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നൊരു പരിപാടിയല്ല സഫാരിയുടെ പരിപാടികളൊന്നും. ടെലിവിഷൻ ചാനലിലൂടെ ലക്ഷക്കണക്കിന് വീടുകളിലേക്ക് എത്തുന്ന 10-80 ലക്ഷം വീടുകളിലെത്തുന്ന ഒരു ടെലിവിഷൻ ചാനലിൻ്റെ ഗൗരവമാർന്ന ഉത്തരവാദിത്വ ബോധമുള്ള ഒരു പരിപാടിയാണിത്. അതിനെ ആ മട്ടിൽ തന്നെ നമ്മൾ കാണുന്നത്. എന്നെക്കുറിച്ച് തന്നെയാണ് എന്ന് ചിലർക്ക് ജഗതി പറഞ്ഞതുപോലെ ഒരു തോന്നൽ വരുന്നത് അത് സഫാരിയുടെ കുഴപ്പമല്ല. അപ്പോൾ ഇത്തരം ഗ്രാമങ്ങൾ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇതൊരു ദിവസം കൊണ്ട് നാളെ ഇപ്പോൾ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അല്ലാതെ മറ്റൊരാൾ വന്നാലും മാറാൻ പോകുന്നില്ല, ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. കാരണം കഴിഞ്ഞ 27-28 കൊല്ലമായിട്ട് ഇന്ത്യയുടെ ഉത്തരേന്ത്യയിലെയും പല പ്രദേശങ്ങളിലെയും ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ്. അവിടെയൊക്കെ പല പല രാഷ്ട്രീയ പാർട്ടികൾ മാറി വന്നിട്ടുണ്ട്. ഇതിൻ്റെ പേരിൽ ലക്ഷക്കണക്കിനായി ഇത്തരം ഗ്രാമങ്ങളിൽ ഒന്നും മുഖം മാറിയിട്ടില്ല. ചിലപ്പോൾ അവിടെ വൈദ്യുതി എത്തിയിട്ടുണ്ടാവാം, കൂടുതലായിട്ട് ജലം എത്തിയിട്ടുണ്ടാവാം, ടോയ്ലറ്റുകൾ കൂടുതലായിട്ട് വന്നിട്ടുണ്ടാവാം. പയ്യെ മാത്രമേ ഇന്ത്യയിൽ ഈ മാറ്റങ്ങൾ വരുള്ളൂ. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെ യാത്ര തുടരുകയാണ്. പിന്നെ രാത്രി മുഴുവൻ യാത്രയാണ്, ഹൈവേകളിലൂടെയുള്ള യാത്രയാണ്. ചില സമയത്ത് ഭയപ്പെടുത്തുന്ന രീതിയിൽ എതിർവശത്തൂടെ ചരക്ക് ലോറികൾ പാഞ്ഞു കടന്നു പോകുന്നു. കുറച്ചൊക്കെ വണ്ടിക്കകത്തിരുന്ന് മയങ്ങി. ഏതായാലും രാവിലെ ഒരു 8-9 മണിയാകുമ്പോഴേക്കും ഓം പ്രകാശ് നമ്മളെ വാരണാസി നഗരത്തിലെത്തിച്ചു. അവിടുത്തെ ഹിന്ദുസ്ഥാൻ ഇൻ്റർനാഷണൽ എന്ന് പറയുന്നൊരു ഹോട്ടലിൽ ഞങ്ങൾ പോയി ചെക്ക് ഇൻ ചെയ്തു. കുറച്ച് നേരം വിശ്രമിച്ചു, ഒന്ന് മയങ്ങി. നല്ല ചൂടുള്ള കാലമാണ്, 42 ഡിഗ്രി സെൽഷ്യസാണ് അപ്പോൾ പുറത്തെ ചൂട്. അപ്പോൾ ഞങ്ങളൊന്ന് ഉച്ച കഴിയട്ടെ എന്ന് വിചാരിച്ചു, ഉച്ച വരെ ഒന്ന് വിശ്രമിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചയോടുകൂടി ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് ഒരു 2 മണിയായപ്പോഴത്തേക്ക് ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഗൈഡിനെ ഹോട്ടലുകാർ അറേഞ്ച് ചെയ്ത് തന്നു, ഒരു ഗൈഡും ഒരു ടാക്സി. ഞങ്ങൾക്ക് ഇനി പോകേണ്ടത് ഗംഗയുടെ ഘട്ടുകളിലേക്കാണ്. വാരണാസി അല്ലെങ്കിൽ ബനാറസ് അല്ലെങ്കിൽ കാശി എന്ന് പറയുന്ന ആ പുണ്യപുരാതനമായ നഗരം. വാരണാസി ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള നഗരമാണെന്നാണ് പറയപ്പെടുന്നത്. ജെറീക്കോ എന്ന് പറയുന്ന ഇന്ന് മധ്യേഷ്യയിലെ പാലസ്തീൻ്റെ ഭാഗമായ പ്രദേശത്തെ ജെറീക്കോ നഗരവും വാരണാസിയുമാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള 2 നഗരങ്ങളെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ആ പഴമയുടെ പല പ്രശ്നങ്ങളും ജനസംഖ്യയുടെ തീവ്രത കൊണ്ട് വീർപ്പുമുട്ടുന്നൊരു നഗരം കൂടിയാണിത്. കെട്ടിടങ്ങൾ കൊണ്ട് തിങ്ങി നിറഞ്ഞ ചേരികൾ പ്രദേശങ്ങളുള്ള ഒരു പൊടിപടലങ്ങൾ നിറഞ്ഞ ഹോണടിച്ച് വാഹനങ്ങൾ എരമ്പിപ്പായുന്ന ഗലികൾ പോലുള്ള പ്രദേശങ്ങളുള്ള വൃത്തി തീരെയില്ലാത്ത പ്രദേശങ്ങളുള്ള ഒരു നഗരമാണ് വാരണാസി. പക്ഷേ നമ്മൾ ഈ ഗംഗയുടെ തീരത്തേക്ക് എത്തുമ്പോഴത്തേക്കും വേറെ ആത്മീയ ലോകത്തേക്ക് എത്തുകയാണ്. ഏതാണ്ട് 100ഓളം കട്ടുകളുണ്ട് ഗംഗയുടെ തീരത്ത്. കട്ടുകൾ എന്ന് പറഞ്ഞാൽ
മനോഹരമായി കല്ല് കെട്ടിയ പടവുകളാണ്. ഈ പടവുകൾ നദിയിലേക്ക് ഇറങ്ങി പോവുകയാണ്. അതിവിശാലമായൊരു പ്രദേശം മുഴുവൻ ഈ പടവുകളാണ്. കുറേ ഭാഗം പടവുകളുടെ സമതലമായിട്ടുള്ള തറ പോലെ കെട്ടി വെച്ചിട്ടുണ്ട്. ചെറിയ നിരവധി തറകളുണ്ട്. ഈ തറകളിലാണ് അതിരാവിലെയുള്ള സമയം മുതൽ പണ്ടകൾ എന്ന് പറയുന്ന പൂജാരികൾ വന്നിരുന്ന് അവിടെ ചെല്ലുന്ന ഭക്തർക്ക് വേണ്ടി പിതൃതർപ്പണം ചെയ്യുന്നത്. അവരുടെ മരിച്ചുപോയ പൂർവികർക്കൊക്കെ വേണ്ടിയിട്ട് തർപ്പണം നടത്തുന്നു. അതിനുവേണ്ടി പിടിച്ചുകൊണ്ടുവരുന്ന ഏജൻറ്റുമാരുണ്ട്. അവരോരോ കുട നാട്ടി വെച്ച് അങ്ങനെ ഇരിക്കും. അതിനകത്ത് രാവിലെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നിരവധി ആളുകൾ ഇങ്ങനെ പൂജകൾ നടത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്നാൽ മറ്റ് ചില ഘട്ടുകളുണ്ട്. ഇത് നിരവധി, ഞാൻ പറഞ്ഞ 100ഓളം ഘട്ടുകളുണ്ട് അവിടെ, പല ഘട്ടുകളായിട്ട്. ഒരു ഘട്ട് ഏകദേശം ഒരു 10, 40, 50 മീറ്റർ ആയിരിക്കും. അത് കഴിഞ്ഞ് അടുത്ത ഘട്ട്, അങ്ങനെ മണികർണിക ഘട്ട്, ഹരിശ്ചന്ദ്ര ഘട്ട്, ഇങ്ങനെ പല പേരുകളിലാണ് ഘട്ടുകളുള്ള. അതിലെ ഈ മണികർണിക ഘട്ടും ഹരിശ്ചന്ദ്ര ഘട്ടും ഒക്കെ മൃതദേഹം ദഹിപ്പിക്കുന്ന സ്ഥലങ്ങളാണ്. അതായത് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ മരിച്ച ആളുകളുടെ മൃതദേഹം കുടുംബാംഗങ്ങൾ കൊണ്ടുവരും. എന്നിട്ട് അവിടെ ഗംഗയിൽ കൊണ്ടുപോയി മുക്കിയിട്ട് അത് കൊണ്ടുവന്ന് ഒരു ചിതയിലേക്ക് വെക്കും. ചിതയിൽ അവിടുത്തെ ജീവനക്കാർ വിറകുകൾ അടുക്കും, എന്നിട്ട് കത്തിക്കും. ഇതാണ് അവിടെ നിരന്തരം നടക്കുന്നത്. അതായത് ഒരേ സമയം 10, 50 ചിതകൾ എരിഞ്ഞുകൊണ്ടിരിക്കും. അത് പരമാവധി 1 മണിക്കൂർ നേരമോ 1.5 മണിക്കൂർ നേരമാണ് ഒരു ചിത കത്തുക. അത് കഴിയുമ്പോഴത്തേക്കും ബന്ധുക്കൾ ചടങ്ങൊക്കെ തീർത്ത് വീട്ടിൽ പോയിട്ടുണ്ടാവും. അപ്പോഴത്തേക്കും ഇവരെന്ത് ചെയ്യും? ഈ കത്തിയതിൻ്റെ ബാക്കി ശരീരം എടുത്ത് ഗംഗയിലേക്ക് തട്ടിയിട്ട് ആ വിറക് തന്നെ വീണ്ടും എടുത്ത് മറ്റൊരു ചിത കൂട്ടും, അടുത്ത മൃതദേഹം കൊണ്ടുവരും. അതായത് വിറകിന് നല്ല വിലയാണ്. ഇവർ ലാഭം എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് അതൊരു വലിയൊരു കച്ചവടമായിട്ട് തന്നെ മാറിയിരിക്കുകയായിരുന്നു ഞാൻ ഈ ചെല്ലുന്ന സമയത്ത്. ഈ പറഞ്ഞ മൃതദേഹം സംസ്കരിക്കുന്ന ഈ ഘട്ടുകളിലെ കാഴ്ച, ഘട്ടുകളുടെ അടുത്തുവരെ കാറ് പോവില്ല. അതിൻ്റെ സമീപം കുറേ അകലെ കൊണ്ടുവന്ന് കാറ് നിർത്തി നമ്മൾ ഇറങ്ങി നടക്കണം. അത്ര വൃത്തിയൊന്നുമില്ലാത്ത തെരുവുകൾ, എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ഏച്ച് കെട്ടി പണിത പുരാതന കെട്ടിടങ്ങളും അതിൻ്റെ മുമ്പിൽ ഏച്ച് കെട്ടി പണിത ഒരു ഷെഡും, ചിലത് കോൺക്രീറ്റ് ചെയ്തും ചിലത് തകരം മേഞ്ഞും ഒക്കെ ആയിട്ട് അതിൻ്റെ എല്ലാം തിണ്ണകളിലിരുന്ന് പല ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവാം, കച്ചവടം നടത്തുന്നവരുണ്ടാവാം. ഇതിനകത്തൂടെ തന്നെ അലഞ്ഞു നടക്കുന്ന പശുക്കൾ, കാളകൾ, അത് വേറൊരു വശത്ത്. ബൈക്കുകളിലും സൈക്കിളുകളിലും മണിയടിച്ചും ഹോണടിച്ചും ഇതിനിടയ്ക്കൂടെ തിക്കിത്തിരക്കി പോകുന്നവർ, ഇടയ്ക്കിടയ്ക്കെല്ലാം പശുക്കൾ, ഇടയ്ക്ക് ചെറിയ ക്ഷേത്രങ്ങൾ, നിരവധി ചെറിയ ക്ഷേത്രങ്ങൾ, അതിൻ്റെ മുന്നിൽ മാല അർപ്പിച്ചിരിക്കുന്നു, കൊടിതോരണങ്ങൾ. ഇങ്ങനെയുള്ളൊരു വ്യത്യസ്തമായൊരു കാഴ്ചയിലൂടെ നമ്മൾ പോകുന്നത്. അതായത് വേറൊരു അനുഭവമാണ്. ഇതിനെ ആ മട്ടിൽ ഒരു ദൃശ്യപരതയുടെ, ആത്മീയതയുടെ ഒരു മനസ്സുകൊണ്ട് കണ്ടുകൊണ്ട് ഇങ്ങനെ പോവുകയെന്ന് പറഞ്ഞാൽ ഒരു വേറൊരു അനുഭവമാണ്. അങ്ങനെ നടന്ന ഒരു കെട്ടിടത്തിൻ്റെ ഉള്ളിലുള്ളൊരു തുരങ്കം പോലുള്ള ഭാഗത്തൂടെ ചെന്ന് നമ്മളെത്തുന്നത് കേദാർഘട്ട് എന്ന് പറയുന്ന ഘട്ടിലേക്കാണ്. ഞങ്ങൾ ആദ്യം ചെന്നത് കേദാർഘട്ടാണ്. അതിന് തൊട്ടടുത്ത് തന്നെയാണ് വിജയനഗര ഘട്ട് എന്ന് പറയുന്ന ഘട്ട്. ഈ രണ്ടുമാണ് തെക്കേ അറ്റത്തുള്ളത്. പിന്നെ എല്ലാം വടക്കോട്ടാണ് ഈ ഘട്ടുകളുള്ളത്. അങ്ങോട്ടൊരു 100ഓളം ഘട്ടുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ ചെന്നിറങ്ങി ഞാൻ ഈ പടവുകളിലൂടെ താഴേക്ക് ചെന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്, ഘട്ടുകളിൽ ആ പ്രദേശത്ത് മുഴുവൻ ചിതയെരിഞ്ഞുകൊണ്ടിരിക്കുക, നിരവധി ചിതകൾ. ഒരു ദിവസത്തിൻ്റെ മുഴുവൻ സമയവും ചിത ഇങ്ങനെ എരിയുന്നുണ്ടാവും അവിടെ. ഈ ചിതയ്ക്കകത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന മൃതദേഹങ്ങൾ വരെ നമുക്ക് കാണാം സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ. അതായത് വിറകൊന്നും നമ്മുടെ നാട്ടിലേതുപോലെ വിറകട്ടിക്ക് പൊതിഞ്ഞ് അങ്ങനെയൊന്നും അല്ല ചെയ്യുന്നത്. കിട്ടുന്ന കുറേ വിറക് കൊണ്ട് ചിത അങ്ങോട്ട് ഉണ്ടാക്കുകയാണ്. ഏതൊക്കെയോ നാടുകളിൽ നിന്ന്, കിലോമീറ്ററുകൾ അകലെ നിന്നും, ചിലപ്പോൾ അടുത്ത ജില്ലകളിൽ നിന്നും, പിന്നെ അതിനും അപ്പുറമുള്ള ജില്ലകളിൽ നിന്നും ഒക്കെ ഗംഗയുടെ തീരത്ത്, ഈ കാശിയിൽ, ഈ വാരണാസിയിൽ സംസ്കരിക്കുന്നതിന് വേണ്ടി കൊണ്ടുവരുന്നുണ്ട് മൃതദേഹങ്ങൾ, വളരെ അകലെ നിന്നുവരെ. അപ്പോൾ വരുമ്പോൾ മിക്കവാറും ഒരു ജീപ്പിലോ അല്ലെങ്കിൽ ഒരു ചെറിയ വാനിലോ ഒക്കെ ആയിരിക്കും വരിക. 8 or 10 പേരാണ് ഒരു മൃതദേഹത്തെ അനുഗമിക്കുക. അവർ താങ്ങിപ്പിടിച്ച് ഈ മൃതദേഹം ഈ കട്ടിലേക്ക് കൊണ്ടുവരുന്നു. ചില പ്രാർത്ഥനകൾ ഉരുവിടുന്നു. ഈ ഗംഗയിൽ കൊണ്ട് ഈ മൃതദേഹത്തെ കൊണ്ടുവരുന്ന ഒരു സ്ട്രക്ചർ പോലെ ഒരു 2 കമ്പിൽ കെട്ടിയ ഒന്നിൽ മൃതദേഹം വെച്ചുകൊണ്ടാണ് ആളുകൾ വരിക. ഗംഗയിൽ എല്ലാവരുടെ കൊണ്ട് ഈ മൃതദേഹം ഒന്ന് മുക്കുന്നു, എന്നിട്ട് കൊണ്ടുവരുന്നു. അപ്പോഴത്തേക്ക് അവിടെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് കച്ചവടമെല്ലാം ഉറപ്പിച്ചിട്ടുണ്ടാവും. ഏത് ചിതയിലാണ് സംസ്കരിക്കുക, അതിനെത്രയാണ് ഫീസ് എന്നൊക്കെയുള്ള എല്ലാം തീരുമാനിച്ചിട്ടുണ്ടാവും. ആ ഫീസെല്ലാം കൊടുക്കും. ഡോം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ ചിത ഒരുക്കുന്നതും കത്തിക്കുന്നതും എല്ലാം ചെയ്യുന്ന സമുദായം, ഡോം സമുദായം. അവർ ഈ പറഞ്ഞ ചിതയുടെ അല്ലെങ്കിൽ ഈ ശ്മശാനത്തിൻ്റെ ആൾക്കാരാണ്. ശ്മശാനത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നവരാണ്. അപ്പോൾ അവർക്ക് ആ പൈസ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അവർ അവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന, അതായത് ഇതിനു മുമ്പ് ആരുടെയോ കത്തിച്ച ചിതയിലെ അവശേഷിച്ച വിറകുകളൊക്കെ ഉണ്ടാവും. അതും പുതിയ കുറച്ച് വിറകുമൊക്കെ പുറത്ത് കാണാൻ വേണ്ടി നിരത്തി വെച്ച് അതിലേക്ക് ഈ മൃതദേഹം കൊണ്ടുപോയി കിടത്തുന്നു. ബാക്കി കുറച്ച് വിറകുകളൊക്കെ മൂടി ആ ചിതയെ ഒരുക്കുന്നു. അവിടെ പൂജാരികളുണ്ട്, റെഡിമെയ്ഡുണ്ട്. അവർ പൂജകൾ അർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ചിതയ്ക്ക് തീ കൊടുക്കുന്നു ആ വേണ്ടപ്പെട്ട ആളുകൾ. അതിനുശേഷം ചിത കത്തി തുടങ്ങുന്നു. ഒരു ചിത പകുതിയൊക്കെ കത്തി കഴിയുമ്പോഴേക്കും ഈ ബന്ധുക്കൾ പ്രാർത്ഥനയെല്ലാം അവസാനിപ്പിച്ച് മടങ്ങിയിട്ടുണ്ടാവും. ഇത്തിരിയുടെ കഴിയുമ്പോഴത്തേക്കും ഈ മൃതദേഹം ഏതാണ്ടൊക്കെ ഒന്ന് കത്തി ഒന്ന് ചാരത്തോട് അടുത്തു എന്ന് കാണുമ്പോഴേക്കും ഇവർ ഈ മൃതദേഹം തട്ടി ഈ ആറ്റിലേക്ക് ഇടും.
എന്നിട്ട് ഈ വിറക് വീണ്ടും എടുത്ത് അടുത്ത ചെത രൂപപ്പെടുത്തും. ഇങ്ങനെയാണ് ഇവിടെ നടക്കുന്ന പ്രോസസ്സ് മുഴുവൻ. ഈ അടുത്ത നാളുകളിൽ അതിൻ്റെ സിസ്റ്റം മാറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഈ ചെല്ലുന്ന സമയത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു. ഇതിനൊരു ന്യായം ഇവർ പറയുന്നുണ്ട്. ഈ മൃതദേഹം പൂർണ്ണമായും കത്തിച്ചാരമാകുന്നതിന് മുമ്പ് തന്നെ കുറേയൊക്കെ ഇതിലേക്ക് തട്ടിക്കളയുന്നതിൻ്റെ ഒരു കാരണം ഒരു വിശ്വാസം കൂടിയാണ്. അതായത് ഗംഗയിൽ എത്ര കാലം ഈ മരിച്ച ആളുടെ അസ്ഥി കിടക്കുന്നോ അത്രയും കാലം ഇവർ സ്വർഗ്ഗത്തിലായിരിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബന്ധുക്കളും ഇതിനെ എതിർക്കാറില്ല. കാരണം ഗംഗയിൽ മുങ്ങിക്കിടക്കട്ടെ മൃതദേഹം എന്നുള്ളതാണ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു വിശ്വാസം. അപ്പം ഇതിങ്ങനെ നിരവധി ഘട്ടുകളിൽ ഒരേ ഘട്ടിൽ തന്നെ നിരവധി മൃതദേഹങ്ങൾ ഒക്കെ സംസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാഴ്ചകളെല്ലാം ചിത്രീകരിച്ചു. അത് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഈ ചിത്രീകരണമൊക്കെ കഴിഞ്ഞ് പയ്യെ താഴേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഏതാനും ആളുകൾ എൻ്റെ സമീപത്തേക്ക് വന്നു. ആദ്യം രതീഷിൻ്റെ അടുത്തായിരുന്നു, എന്താ പരിപാടി എന്ന് ചോദിച്ചു. അപ്പം രതീഷ് കാര്യം പറഞ്ഞു, ഇങ്ങനെ ഒരു ട്രാവലോഗാണ്, പരിപാടി നടക്കുകയില്ല, ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, വീഡിയോ ചിത്രീകരിക്കാൻ പറ്റില്ല, അവർ വലിയ പ്രശ്നമായി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ശരി, ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നില്ല, ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇനി ഞങ്ങൾ കട്ടുകളിലൂടെ താഴേക്ക് ചെന്നു. താഴെ ഈ കടവിൽ നിരവധി വള്ളങ്ങൾ കിടപ്പുണ്ട്. ഇതിലൊരു വള്ളത്തിൽ ഗംഗയിലൂടെ ഒന്ന് സഞ്ചരിക്കണം, പറ്റുമെങ്കിൽ മറുകരയിലേക്ക് കൂടി ഒന്ന് പോകണം. ഈ ഗംഗയിലൂടെ നമുക്ക് ഇങ്ങോട്ട് വടക്കോട്ട് സഞ്ചരിച്ചാൽ ഈ തീരങ്ങളിലെ എല്ലാ കട്ടുകളും കണ്ടുകൊണ്ടൊരു യാത്ര നടത്താം. അങ്ങനെ ചെന്ന് ഒരു വള്ളക്കാരനുമായിട്ട് സംസാരിച്ചു. അയാളുടെ പേര് രത്തൻ എന്നാണ്. രത്തൻ ഒരു പ്രത്യേക സ്വഭാവമുള്ളൊരു അല്ലെങ്കിൽ രൂപമുള്ളൊരു മനുഷ്യൻ. അതായത് നിരന്തരം ഈ മൃതദേഹങ്ങൾ കത്തുന്നതും ശവം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതും അത് ദഹിപ്പിക്കുന്നതും അത് നദിയിലേക്ക് തട്ടുന്നതും ഒക്കെ കണ്ട് ബാല്യം മുതൽ കണ്ട ഒരു മനുഷ്യനാണെന്ന് അയാളുടെ മുഖഭാവത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതായത് ഒരു ചുടലയിൽ ജീവിച്ച മനുഷ്യനെ പോലെ അയാളുടെ മുഖഭാവങ്ങൾ. അയാൾ ചിരിക്കില്ല. അയാൾ 1000 രൂപ വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ സമ്മതിച്ചു, അതിൽ കയറിയിരുന്നു. എന്നിട്ട് വടക്കോട്ട് ഈ നദിയിലൂടെ ഞങ്ങൾ തുഴഞ്ഞ് മുമ്പോട്ട് പോവുകയാണ്. ഇയാൾ തുഴയുകയാണ്, എഞ്ചിനുള്ളതല്ല. അങ്ങനെ മുകളിലോട്ട് പോകുന്നവരും പല കട്ടുകൾ കണ്ടാണ് പോകുന്നത്. ഈ കട്ടുകൾ ഈ നദിയിൽ നിന്ന് നോക്കുമ്പോൾ അതിമനോഹരങ്ങളാണ്. കുറേ വൃത്തികേടുകളും ഏച്ചുകെട്ടലുകളും ഒക്കെ ഉണ്ടെങ്കിൽ കൂടി ഈ തീരങ്ങളിൽ മുഴുവൻ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള നാട്ടുരാജാക്കന്മാർ 500-600 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ വന്ന് അവരുടെ നാടിൻ്റെ ഒരു കൊട്ടാരം പണിതിട്ടുണ്ടാവും ഈ തീരത്ത്. അതായത് തിരുവിതാംകൂറിന് മുതൽ ബറോഡ രാജാക്കന്മാർ, ഇങ്ങനെ ഇന്ത്യയിൽ ആ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാലഘട്ടത്തിലുള്ള എല്ലാ നാട്ടുരാജാക്കന്മാരും ഈ കാശിയിലേക്ക്, ഈ വാരണാസിയിൽ വന്ന് ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ഒരു ചെറിയ അമ്പലവും അവരുടെ ഒരു സത്രമോ ഒരു ചെറു കൊട്ടാരമോ പണിതിട്ടുണ്ടാവും. അപ്പോൾ ഈ തീരം മുഴുവൻ അതിമനോഹരങ്ങളായ കല്ലിൽ കൊത്തിയെടുത്ത ഗംഭീരമായ കൊട്ടാരങ്ങളുടെ ഒരു നിരയാണ് നമ്മൾ കാണുന്നത്. അതിന് സമീപം ഒരു ചെറിയ ക്ഷേത്രം കാണും. അത് മനോഹരമായ പടിപ്പുരകളും മനോഹരമായ ജാലകങ്ങളും എല്ലാം ഉള്ള കൊട്ടാരങ്ങളാണ്. പക്ഷേ അതിൻ്റെ മുമ്പിൽ അടുത്ത കാലത്ത് ഈ പണ്ടകൾ ഏച്ച് കിട്ടിയ ചില ഷെഡുകളൊക്കെ പണിത് അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റ് കോംപ്ലക്സ് ഒക്കെ പണിത് വൃത്തികേടാക്കിയിട്ടുണ്ടെങ്കിലും പിന്നീട് അതൊക്കെ പൊളിച്ചിപ്പോൾ വൃത്തിയാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അന്ന് അതിൻ്റെ പിന്നിൽ നല്ല മനോഹരവും പ്രൗഢവുമായ ചരിത്രം ഉറങ്ങുന്ന മന്ദിരങ്ങളുടെ ഒരു നിരയാണ് ഈ ഗംഗയുടെ കട്ടുകളുടെ പശ്ചാത്തലം എന്ന് പറയുന്നത്. ആ കൊട്ടാരത്തിൻ്റെ മുന്നിൽ നിന്നാണ് ഈ പടവുകൾ ഇങ്ങനെ താഴേക്ക് വരുന്നത്. അതിമനോഹരമായൊരു കാഴ്ചയാണത്. അങ്ങനെ ആ കാഴ്ചകളിലൂടെ അങ്ങ് പോയി ഞങ്ങൾ ഏറ്റവും മുകളിൽ വരെ പോയിട്ട് തിരിച്ചു വന്നു. അപ്പോഴും അവിടെയും ഇതുപോലെ തന്നെ മൃതദേഹങ്ങൾ കത്തിച്ചുകൊണ്ടിരിക്കുന്ന തറകളുണ്ട്. വൈകുന്നേരമാകുമ്പോൾ ഒരു ആഘോഷ കേന്ദ്രമായിട്ട് തീരം മാറും. ഗംഗാരതി നേരെ സന്ധ്യയാകുന്നതോടുകൂടി നമ്മൾ ഈ തീരത്ത് കണ്ട ഈ ജലത്തിൽ ഈ പടവുകളുടെ കട്ടുകളിൻ്റെ ചേർന്നുള്ള പടവുകളിൽ ആയിരക്കണക്കിന് വള്ളങ്ങൾ വന്നിരക്കും. അതായത് ടൂറിസ്റ്റുകളുമായിട്ടും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശത്തു നിന്നൊക്കെ വന്ന ടൂറിസ്റ്റുകളുമായിട്ട് ഈ വള്ളങ്ങൾ വന്നിരക്കും. ഈ വള്ളം ഒന്നിനോടൊന്ന് ചേർന്ന് ഒരൊറ്റ ബ്രിഡ്ജ് പോലെ, ഒരൊറ്റ തറ പോലെയായി മാറും. അതിൽ ആയിരക്കണക്കിന് ആളുകൾ വന്നിരിക്കും. കൂടാതെ ഈ കട്ടുകളിൽ, ഈ പടവുകളിൽ, അതിൻ്റെ മുകളിലുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരക്കണക്കിന് ആളുകൾ വന്നിറയും. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും ഗംഗാരതി ആരംഭിക്കും. ഒരു 5 യുവ പണ്ഡിറ്റുകൾ വന്ന് ഒരു പ്രത്യേക വേഷത്തിൽ മനോഹരമായ വേഷവിധാനങ്ങളോടെ വന്നിട്ട് അവർ പൂജകൾ ആരംഭിക്കും. പൂജകളെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഗംഭീരമായ സംഗീതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആരതി ഒഴിയുകയാണ്, ഗംഗയെ ആദരിക്കുകയാണ്. ലോകത്തേതെങ്കിലും ഒരു നദി എല്ലാ ദിവസവും ഇത്തരത്തിൽ ആദരിക്കപ്പെടുന്നുണ്ടോ, പൂജിക്കപ്പെടുന്നുണ്ടോ എന്ന് സംശയമാണ്. 2 കോൺട്രാസ്റ്റാണ്. ഏറ്റവും മലിനമായ മൃതദേഹങ്ങൾ വരെ തള്ളുന്ന ഒരു ഗംഗയും വൈകുന്നേരമായി കഴിഞ്ഞാൽ അതിനെ ഏറ്റവും പരിപാവനമെന്ന് കരുതി നമ്മൾ ആദരിക്കുകയും വണങ്ങുകയും ആരതി ഒഴിയുകയും 10,000 സ്തുതിക്കുകയും ചെയ്യുന്നൊരു ഗംഗയും നമ്മളവിടെ നിന്ന് ആസ്വദിക്കുകയാണ്. ഒരഭൗമമായ അനുഭവമാണത്, അതിഗംഭീരമായ ഒരു അനുഭവമാണത്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ പിന്നീട് വൈകിട്ട് പോയിരുന്ന് ഈ വള്ളത്തിൽ, രത്തൻ്റെ വള്ളത്തിലിരുന്ന് ഞങ്ങളതൊക്കെ ഷൂട്ട് ചെയ്തു. 60 തിരിയിട്ട വിളക്ക് കൊണ്ട് ആരതി ഒഴിയുന്ന ഈ 5 യുവ പാണ്ഡകൾ അല്ലെങ്കിൽ യുവ പണ്ഡിറ്റുകൾ അതിഗംഭീരമായൊരു കാഴ്ചയാണ്. അതിൽ നല്ല മനോഹരമായ സംഗീതം,
ആയിരക്കണക്കിന് കണ്ഠങ്ങളിൽ നിന്നുയരുന്ന ഗംഗാരതിയുടെ സംഗീതം, മ്യൂസിക്, പാട്ടുകൾ, അതുപോലെ തന്നെ ചിരാതുകൾ, ചെറിയ ചെറിയ ചിരാതുകളിൽ ആയിരക്കണക്കിന് ആളുകൾ പൂക്കളും തിരിയും കത്തിച്ച് ഗംഗയിൽ ഒഴുക്കുന്നത്, ഇതെല്ലാം അതിഗംഭീരമായൊരു അനുഭവമാണ്. ശരിക്കും പറഞ്ഞാൽ വാരണാസിയിൽ പോയി ഈ ഗംഗാരതി ഒന്ന് പങ്കെടുക്കേണ്ടത് തന്നെയാണ്. ഇത്രയും ആളുകൾ പങ്കെടുക്കുന്ന ഇത്രയും ഗംഭീരമായ ഒരു അനുഭവം അധികം ഇന്ത്യയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഇതൊക്കെ ഇനി വൈകിട്ട് നടക്കാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ വടക്ക് വരെ അല്ലെങ്കിൽ അങ്ങ് യാത്ര ചെയ്തിട്ട് തിരിച്ച് വരുമ്പോൾ ഞാൻ പറഞ്ഞു, രത്തനോട് പറഞ്ഞു, രത്തൻ നമുക്ക് മറുകരയിലേക്കൊന്ന് പോകാം. അപ്പോൾ മറുകര കാണാം. മറുകരയിൽ ഇതുപോലെ ഘട്ടുകളല്ല, അവിടെ മണൽപ്പരപ്പാണ്, അതിവിശാലമായൊരു മണൽപ്പരപ്പ്. എന്നൊരു ഞായറാഴ്ചയും കൂടിയാണ് ഞാൻ ഈ ചെല്ലുന്ന ദിവസം. അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഈ മണൽപ്പരപ്പിൽ കളിക്കാൻ വന്നിട്ടുണ്ട്. അതായത് ഈ വാരണാസി നഗരത്തിലും അതിൻ്റെ പ്രാന്തപ്രദേശത്തിലും അതിൻ്റെ നദിയുടെ മറുകരയിലും ഒക്കെയുള്ള പട്ടണങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നൊക്കെ ആളുകൾ കാറ്റ് കൊള്ളാനും, നല്ല വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ സൂര്യൻ അങ്ങ് അസ്തമിച്ച് കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ വെയിൽ മങ്ങിക്കഴിയുമ്പോഴത്തേക്കും ആളുകൾ കാറ്റ് കൊള്ളാൻ ഈ ഗംഗയുടെ ബീച്ചിൽ മണത്തട്ടിലേക്ക് വരും. ആയിരക്കണക്കിന് ആളുകൾ അങ്ങനെ വന്നിരിക്കുകയാണ്. അവിടെ ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ച് ഞങ്ങൾ വള്ളത്തിൽ മറുകരയിലേക്ക് ചെന്നു. അവിടെ ചെന്ന് തീരത്തോടടുക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത്, ഈ തീരത്ത് വെള്ളം വളരെ കുറവാണ്. ഈ മണൽത്തിട്ട ഇങ്ങനെ ബീച്ച് പോലെയാണ്, കടൽ പോലെ. പക്ഷേ എന്നാൽ തിരകളില്ല, നദി ഒഴുകുന്നു. അപ്പോൾ ഈ വെള്ളത്തിലിറങ്ങി ആളുകൾ കുളിക്കുന്നു, കളിക്കുന്നു, മുങ്ങാങ്കുഴി ഇടുന്നു, പിള്ളേർ തലകുത്തി മറിയുന്നു, മുതിർന്നവരും സ്ത്രീകളും കുട്ടികളും ഒക്കെ അതിനകത്ത് വെള്ളത്തിലുണ്ട്. കാരണം ചൂടുകാലവും കൂടിയാണ്. എല്ലാവരും ഗംഗയിലാണ്. കുറേയേറെ പേര് തീരത്ത്, അവിടെ ഇവർക്ക് ഭക്ഷണം, ലഘുഭക്ഷണവും പലവിധ സാധനങ്ങളും വിൽക്കുന്ന ആളുകൾ. ഇങ്ങനെ ഒരാഘോഷ ഉത്സവപ്പറമ്പാണ് ഈ വശം. മറുവശത്ത് ആത്മീയതയുടെ അങ്ങേയറ്റമാണെങ്കിൽ ഇങ്ങേയറ്റത്ത് ആഘോഷത്തിൻ്റെ അങ്ങേയറ്റമാണ് അത്. അപ്പോൾ ഞങ്ങൾ തീരത്തോട് അടുത്തടുത്ത് ചെല്ലുമ്പോഴത്തേക്കും ഒരു വല്ലാത്ത ദുർഗന്ധം, ഒരു വലിയ ഗന്ധം അടുത്തടുത്ത് വരുന്നു. അവിടെ സഹിക്കാൻ വയ്യാത്തൊരു ഗന്ധം. അപ്പോൾ എനിക്ക് അത്ഭുതം, ഈ തീരത്ത് നിൽക്കുന്നവരും വെള്ളത്തിൽ നിന്നവർക്ക് ഇത് ഫീൽ ചെയ്യുന്നില്ലേ? എനിക്കും രതീഷിനും സഹിക്കാൻ പറ്റുന്നില്ല. അതെന്തോ ഒരു സ്മെല്ലാന്ന് ആദ്യം മനസ്സിലായില്ല. പിന്നീടാണ് മനസ്സിലായത്, മൃതദേഹം ചീഞ്ഞഴിഞ്ഞ ഗന്ധമാണ്, സഹിക്കാൻ വയ്യാത്തൊരു ഗന്ധമാണത്. അങ്ങനെ അടുത്തടുത്ത് ചെല്ലുമ്പോൾ വെള്ളത്തിൽ എന്തോ ഒരു വസ്തു പൊങ്ങിക്കിടക്കുന്നു. ഈ കുട്ടികളും ഈ മുതിർന്നവരൊക്കെ കളിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ വെള്ളത്തിൽ എന്തോ ഒരു വസ്തു, ഒരു വെളുത്ത വസ്തു പൊങ്ങിക്കിടക്കുന്നു. അപ്പോൾ രത്തന് കൂസലൊന്നുമില്ല, അയാൾ അതിൻ്റെ സമയത്തേക്കാണ് അവൾ എടുപ്പിക്കുന്നത്. അങ്ങനെ അടുത്തടുത്ത് ചെല്ലുമ്പം ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി, ഞെട്ടിപ്പോയി. ഒരു മൃതദേഹം, അത് ഒരു കുഞ്ഞിൻ്റെ മൃതദേഹം. ഒരു 7 അല്ലെങ്കിൽ 8 വയസ്സ് മാത്രമുള്ള, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ പഠിക്കുന്ന പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ മൃതദേഹം ഇങ്ങനെ കമിഴ്ന്ന് കിടക്കുകയാണ് വെള്ളത്തിൽ. ഈ കുഞ്ഞിൻ്റെ അരയിലും കാലിലും കയറ് കെട്ടിയിട്ടുണ്ട് താഴേക്ക്. ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു 7 or 8 വയസ്സുള്ളൊരു കുഞ്ഞിൻ്റെ മൃതദേഹം അവിടെ തീരത്ത് കിടക്കുന്നു. ഇതിന് ചുറ്റും ഇതിനെ ഒന്നും പരിഗണിക്കാതെ, ഇങ്ങനൊരു സാധനം എവിടെ ഉണ്ടെന്നറിയാതെ അതിനപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആളുകൾ നീന്തി കളിക്കുന്നു, മുങ്ങാങ്കുഴി ഇടുന്നു, അതിനകത്തുനിന്ന് വെള്ളം കോരി വായിൽ കൊണ്ടിട്ട് മുകളിലേക്ക് തുപ്പി ചീറ്റിക്കുന്നു. ഇതിനകത്തുനിന്ന് ഈ പുണ്യനദിയിലെ ജലം വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ആളുകൾ, തീർത്ഥാടകർ. നമ്മളെ അത്ഭുതപ്പെടുത്തി കളയുന്ന ഒരു കൾച്ചറൽ ഷോക്കാണ് ശരിക്കും പറഞ്ഞത്. ഇതിൻ്റെ കാരണം എന്താണെന്നറിയോ? കുഞ്ഞുങ്ങളുടെയും ഗർഭിണികളുടെയും മൃതദേഹങ്ങൾ ചിതയിൽ കത്തിക്കില്ല, അതിനെ കല്ലിൽ കെട്ടി ഗംഗയിലേക്ക് താഴ്ത്തുകയാണത്രേ പണ്ട് മുതലുള്ള ആചാരം. അതായത് ഒരു വർഷം ശരാശരി 50,000-ലേറെ ഇത്തരം മൃതദേഹങ്ങൾ, കുഞ്ഞുങ്ങളുടെയും ഗർഭിണികളുടെയും മൃതദേഹങ്ങൾ ഈ തീരങ്ങളിൽ ഗംഗയിലേക്ക് കല്ലിൽ കെട്ടി താത്തുന്നുണ്ടെന്നാണ് കണക്ക്. ഈ കല്ലിൽ കെട്ടി താത്തുന്ന ചിലത് ഈ കല്ലിൽ നിന്ന് കെട്ടുവിട്ടുപോയിട്ടോ കല്ല് തെന്നിപ്പോയിട്ടോ ഒക്കെ പൊങ്ങി വരും. ഇത് സ്ഥിരം കാഴ്ചയാണത്രേ. ഈ രത്തനും ഈ നാട്ടുകാർക്കൊക്കെ അതൊരു കാഴ്ചയാണ്. ഏതോ ഗ്രാമത്തിൽ നിന്ന് തൻ്റെ പ്രിയപ്പെട്ട ഒരു പുന്നാരപുത്രൻ മരണമടഞ്ഞ് ഗംഗയിൽ സമാധിയായി എന്ന വിശ്വാസത്തോടെ കഴിയുന്ന ഒരച്ഛനും അമ്മയും. ആ അമ്മ സ്വന്തം കുഞ്ഞിൻ്റെ മൃതദേഹം ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന് വികൃത രൂപത്തിൽ ആടിക്കളിക്കുന്ന ആ ഒരു കാഴ്ച കാണാൻ ഇടവന്നാലുണ്ടാകുന്ന ആ ഹൃദയഭേദമായ അവസ്ഥയാണ് ഞാൻ പെട്ടെന്ന് മനസ്സിൽ കണ്ടത്. രത്തൻ തീരത്തേക്ക് വള്ളം അടുപ്പിച്ചു. ഞങ്ങൾ ആ മണൽപ്പരപ്പിലേക്ക് ഇറങ്ങി. അവിടെ ആർത്തുല്ലസിക്കുന്ന ജനങ്ങളെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഒരച്ഛൻ്റെ അമ്മയുടെ മുഖമാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. 7 വയസ്സുകാരനായ ഒരു മകനെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന മാത്രമല്ല, ആ കുഞ്ഞിൻ്റെ മൃതദേഹം ഗംഗയുടെ ഓളപ്പരപ്പിൽ അതിലടിയിൽ സമാധിയായിരിക്കുകയല്ല, അതിൻ്റെ മുകളിലേക്ക് കയറ് പൊട്ടി വന്ന് കിടന്ന് ഇങ്ങനെ തുള്ളിക്കളിക്കുകയാണെന്ന് ഒരമ്മ കണ്ടാലുണ്ടാകാവുന്ന ഹൃദയം പൊട്ടിയുള്ളൊരു നിലവിളിയാണ് ഞാനപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയത്. ആ ഹൃദയഭേദകമായ കാഴ്ചയുടെ നടുക്കത്തിൽ ഞാനവിടെ നിന്നു. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 9995 444 222 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ.